ഇപ്പോൾ അടിയന്തരമായി നമ്മൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ പരിക്കേറ്റവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ചികിത്സ നൽകുക എന്നുള്ളതാണ്. അത് ഗവൺമെൻറ് എല്ലാ അർത്ഥത്തിലും അതീവ ഗൗരവത്തോടുകൂടി ആ പ്രശ്നത്തെ കാണുകയും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും കൂടാതെ കോട്ടയം, കോഴിക്കോട് തുടങ്ങിയ മെഡിക്കൽ കോളേജിലെ ഉൾപ്പെടെ ഡോക്ടർമാരെയും വരുത്തി ഏറ്റവും വിദഗ്ധ സംഘത്തിൻ്റെ ചികിത്സ പരിക്കേറ്റവർക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ 10 പേരാണിപ്പോൾ ICUയിലുള്ളത്. അതിൽ 2 3 പേരുടെ നില ഗുരുതരമാണ്. 2 പേര് വെന്റിലേറ്ററിലാണ്. ഇപ്പോൾ നമുക്ക് ബോഡി കിട്ടിയത് ഇന്നലെ ഏതാണ്ട് 5 എണ്ണം പോസ്റ്റ്മോർട്ടം നടന്നിരുന്നു. 3 എണ്ണം കൊണ്ടുപോയി കഴിഞ്ഞു. 2 എണ്ണം ഇനിയും കൊണ്ടുപോകാനുണ്ട്. ബാക്കി അവശേഷിക്കുന്ന മൃതശരീരങ്ങളുടെ പാർട്സ് DNA ടെസ്റ്റ് നടത്തിയായിരിക്കും പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുക. ആ DNA ടെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ള സംഘം രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിലെ വിദഗ്ധന്മാരിപ്പോൾ എത്തിച്ചേരും. അതിനുശേഷം DNA ടെസ്റ്റ് നടക്കും. ഇപ്പോൾ സംഭവം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡെഡ് ബോഡിയുടെ അവശിഷ്ടങ്ങൾ കൂടി കിട്ടിയതായിട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഒരുപക്ഷെ പല രൂപത്തിൽ നോക്കിയപ്പോഴും കാണാൻ കഴിയാതിരുന്നപ്പോൾ കിടാവർ ഡോഗ് വന്ന് ആ ഡോഗിൻ്റെ പരിശോധന കൂടെ നടന്നപ്പോഴാണ് ഇപ്പോൾ പാർട്സ് വീണ്ടും കിട്ടിയെന്നുള്ള മെസ്സേജ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇന്നലെ കിട്ടിയതനുസരിച്ച് നമുക്ക് 7 പേരുടെ മൃതശരീരം മുഴുവനായും ബാക്കിയുള്ളത് പാർട്സായിട്ടുമാണ് കിട്ടിയിരുന്നത്. ഒരുപക്ഷെ എത്ര പേരുണ്ട് എന്നുള്ള അവസാനമായി ഇനിയും നമുക്ക് പറയണമെങ്കിൽ ഇന്നത്തെ പരിശോധനകൾ കൂടി കഴിയേണ്ട സ്ഥിതിയാണ് ഉള്ളതെന്നാണ് ഇന്ന് രാവിലത്തെ സ്ഥിതിഗതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ 10:30 മീറ്റിംഗ് വിളിച്ചു. അത് പ്രൈവറ്റുകാരൻ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടതിന് ശേഷം ആ കാര്യത്തിൽ ഇന്ന് ക്യാബിനറ്റ് ഞങ്ങൾ പൊതുവിൽ കൂടിയാലോചിക്കുന്ന വിഷയം ഉൾപ്പെടെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച്, അല്ലാതെ ഏത് വേണമെന്നുള്ളത് ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം പറയുന്നത് ശരിയല്ല. അതിൽ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെയും തിരുവാമ്പാടി ദേവസ്വത്തിൻ്റെയും ഒക്കെ അഭിപ്രായങ്ങൾ കേട്ട് ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തിയും ഒപ്പം ഒരു അപകടം വന്ന സ്ഥിതിയിൽ നമ്മൾ ആഘോഷങ്ങൾ എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച് അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം അവസാനം നിശ്ചയമായും അതുകൊണ്ടാണല്ലോ കൂടിയാലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഏകപക്ഷീയമായിട്ട് അങ്ങോട്ടൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നതിൽ നമ്മുടെ അഭിപ്രായം അവരുമായും കൈമാറാം, അവരുടെ അഭിപ്രായം നമ്മളുമായും പങ്കുവയ്ക്കാം. എല്ലാം ചേർന്നിട്ട് ഒരു പൊതുവായ നിലപാടിൽ നമുക്ക് എത്തിച്ചേരാം. ദേവസ്ഥത്തിൻ്റെയാണ് ഇപ്പോൾ അപകടം നടത്തി. പാറമേക്കാവും ഇതുപോലെ തന്നെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെടിക്കെട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? അത് ഭാവിയിൽ കൂടിയാലോചിച്ച് നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് നമ്മൾ തീരുമാനിക്കേണ്ട പ്രശ്നങ്ങളാണ്. മുമ്പ് പുറ്റിങ്ങൽ വെടിക്കെട്ടപകടം ഉണ്ടായപ്പോഴാണ് ചില നിയന്ത്രണങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെൻറ് ഈ പ്രശ്നത്തിൽ കൊണ്ടുവന്നിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് ചില പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതെല്ലാം നിൽക്കുകയും തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചോളം കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഭംഗിയായി വിജയകരമായി ഈ പൂരത്തിന് വെടിക്കെട്ട് നടന്നിരുന്നു. പണ്ടും തൃശ്ശൂരിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതീവ സുരക്ഷതയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഭാവിയിൽ ഇത്തരം ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ എന്ത് വേണമോ അതെല്ലാവരുമായി കൂടിയാലോചിച്ച് നിയമവിദഗ്ധരുമൊക്കെയായി കൂടിയാലോചിച്ച് ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ അതെങ്ങനെയാണ് അത് സർക്കാർ കൊടുക്കും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കയറി പ്രഖ്യാപിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിൽക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ പെർമിഷൻ എടുത്തുകൊണ്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാനാവൂ. അതുകൊണ്ട് തന്നെ അത് ഏകപക്ഷീയമായിട്ട് ദിവസം പ്രഖ്യാപിക്കുകയല്ല വേണ്ടത്, ക്യാബിനറ്റ് കൂടി ആലോചിച്ചാണ് അത് പ്രഖ്യാപിക്കേണ്ടത്. ഇന്ന് സ്പെഷ്യൽ ക്യാബിനറ്റിന് പെർമിഷൻ എടുത്ത് രാവിലെ 10 മണിക്ക് ഓൺലൈനായി ചേരുന്നുണ്ട്. ആ ക്യാബിനറ്റിൽ എന്തൊക്കെയാണ് വിഷയം വരുന്നെന്നുള്ളത് ക്യാബിനറ്റ് കൂടിയിട്ടേ പറയാൻ പറ്റുള്ളൂ. അതെ, ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്പെഷ്യൽ ക്യാബിനറ്റ് അടിയന്തരമായി ചേർന്നിട്ടുള്ളത്. ഒന്ന്, ഏറ്റവും അടിയന്തരമായി പരിക്കേറ്റവരെ സംരക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യണമോ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്കെല്ലാം തന്നിരുന്നു. ഞങ്ങൾ മന്ത്രിമാരെല്ലാം തന്നെ ഇന്നലെ രാത്രി മുതൽ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തുടർ പ്രവർത്തനങ്ങൾക്കും ഒപ്പം ചികിത്സ ഏറ്റവും പൂർണ്ണമായി ഉറപ്പാക്കാൻ വേണ്ടി എല്ലാ ആധുനിക സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തി കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ചികിത്സ അവർക്ക് ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഇന്നലെ തന്നെ നേതൃത്വപരമായി പങ്കുവഹിച്ചിരുന്നു. ഇന്നലെ തന്നെ ആശുപത്രിയിൽ ആരോഗ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഞാനും എല്ലാം ചേർന്ന് അവിടെ തന്നെ യോഗം ഞങ്ങൾ ചേർന്നിരുന്നു. അവസാനം തീരുമാനമെടുത്തതിന് ശേഷം ഈ ചികിത്സയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടാണ് ഞങ്ങൾ ആശുപത്രിയിൽ CM ഇവർ ചികിത്സയിലായതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആ കണക്കിലെ അവ്യക്തത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ അവർ ഇതിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ആദ്യം പറഞ്ഞത് 41 പേരുണ്ട്, 42 പേരെന്ന് പറഞ്ഞു.
ഭക്ഷണം വാങ്ങിച്ചത് 41 പേർക്കാണെന്ന് പറയും. ഇപ്പം നമുക്ക് കിട്ടിയ കണക്കനുസരിച്ച് ഇന്നലെ ആശുപത്രി വന്നത് 14 പേരാണ്. ആ 14 പേരിൽ ഒരാൾ എലൈറ്റിലേക്ക് പോയിട്ട് 13 പേരുണ്ടായിരുന്നു. അതിൽ 2 പേർക്ക് വലിയ ഗുരുതരമായ പരിക്കില്ല, ചെറിയ പരിക്കുകളേ ഉള്ളൂ. ബാക്കിയുള്ള 10 പേരാണ് യഥാർത്ഥത്തിൽ ICയിലേക്ക് കയറ്റിയത്. ആ ICയിലുള്ളതിൽ 2 പേർ വെന്റിലേറ്ററിലാണ്, 3 പേർക്ക് ഗുരുതരമായ സ്ഥിതി ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ബാക്കി ഈ അവശേഷിക്കുന്ന ഓടി രക്ഷപ്പെട്ട 2-3 പേരെ ഞങ്ങൾ കാണാനിട വന്നു. അതിലൊരു പയ്യൻ ഓടി രക്ഷപ്പെട്ട അദ്ദേഹം വിശദമായി കുറേ കാര്യങ്ങൾ പറഞ്ഞു. 2 സ്ത്രീകൾ നേരത്തെ പുറത്തിറങ്ങിപ്പോയി, ഒരാൾക്ക് കാലിന് പരിക്കേറ്റതും മറ്റൊരാൾക്ക് തലയ്ക്ക് പരിക്കേറ്റ ആളെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളെ 2-3 പേരെ കണ്ടപ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോഴും കൃത്യമായി നമ്പർ അവർ പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇനിയും ആ സംഭവ സ്ഥലത്ത് കൂടുതൽ പരിശോധന നടത്തി. ദേവസ്വം ബോർഡ് സെക്രട്ടറി ഗിരീഷ് പറയുന്നത് അവരുടെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന 5 പേരടക്കം അതിലുണ്ടായിരുന്നു. അപ്പോൾ നമ്പർ കൂടാനുള്ളൊരു സാധ്യത തന്നെയല്ലേ കാണുന്നത്? കാരണം നമുക്കതാ സംശയം, നിങ്ങൾ പറയുന്ന പോലെ തന്നെ. അതുകൊണ്ടാണ് രാവിലെ നമ്മുടെ കിടാവർ ഡോഗ് ഉൾപ്പെടെ വന്നിട്ട് പരിശോധന നടത്തണം എന്നുള്ള നിർദ്ദേശിച്ചിട്ട് പോലീസ് അതനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഫോറൻസിക്കുകാർ വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് വിദഗ്ധ സംഘങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ പരിശോധന നടത്തിയെങ്കിലേ നിങ്ങൾ പറഞ്ഞതുപോലെ ഇനി കൂടുതൽ ആളുകളുണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയും. ആ അന്വേഷണത്തിൽ നമ്മൾ എല്ലാ സ്ഥലത്തും നമ്പറുകൾ കൊടുത്തിരുന്നു. 3 കൺട്രോൾ റൂമുകൾ തുറന്നു. ഒന്ന് റവന്യൂവിൻ്റെ കൺട്രോൾ റൂം തുറന്നിരുന്നു, നമ്മുടെ മെഡിക്കൽ കോളേജിലൊരു കൺട്രോൾ റൂം തുറന്നിരുന്നു, പോലീസ് ഒരു കൺട്രോൾ റൂം തുറന്നിരുന്നു. നമ്പറുകൾ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എവിടുന്നെങ്കിലും മിസ്സായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ അറിയിക്കാൻ പറഞ്ഞുള്ള മെസ്സേജുകൾ മീഡിയ വഴി ഇന്നലെ തന്നെ കൊടുക്കാനായിട്ട് കളക്ടറെ ചുമതലപ്പെടുത്തിയിരുന്നു. കളക്ടർ അതനുസരിച്ച് ആ സന്ദേശം ഇല്ല. അതാണ് പ്രശ്നം. ഇനി മറ്റുള്ള സാധാരണ കാണുന്നതുണ്ടെങ്കിൽ പോലും അത് കത്തിപ്പോയിട്ടുണ്ടാകും. അതാണ് വിഷയം. അത് പരിശോധിച്ചിട്ട് നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ളതായിട്ട് കൃത്യമായ രേഖ നമ്മൾ കാണേണ്ടതാണ്. അത് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് കത്തിപ്പോയി. ആരോഗ്യനില എങ്ങനെ ഉണ്ടെന്നുള്ളതാണ്. അത് ഇപ്പോൾ നമ്മൾ കേട്ടിടത്തോളം ബേൺസ് ICയിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് വെന്റിലേറ്ററിലാണ് പ്രശ്നങ്ങൾ. ഏത് തരത്തിലുള്ള ആവശ്യം വന്നാലും അതെല്ലാം പരിഗണിക്കും. ഇപ്പോൾ എന്തായിരുന്നാലും കേരളത്തിലെ പൊതുജനാരോഗ്യ സംരക്ഷണത്തിൻ്റെ ഉന്നതമായ നിലവാരം നമുക്കൊരു പക്ഷേ രാജ്യത്തിനും ലോകത്തിനും മാതൃകയായിട്ടുള്ള നല്ല ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സ്ഥലമാണ്. അതിനുള്ള എല്ലാ വിദഗ്ധ ടീമിനെയും ഇന്നലെ തന്നെ വരുത്തി കഴിഞ്ഞു. ഫോറൻസിക് സർജന്മാരുടെ സാന്നിധ്യമുണ്ട്, പ്ലാസ്റ്റിക് സർജന്മാരുണ്ട്, സർജറിക്കാരുണ്ട്, അതോടൊപ്പം മെഡിസിൻകാർ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉന്നതന്മാരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, എറണാകുളം മെഡിക്കൽ കോളേജ് ഇവിടെ നിന്നെല്ലാം ഇന്നലെ തന്നെ വരുത്തിയിരുന്നു. രാത്രി തന്നെ അവർ വന്നു ചേർന്നിരുന്നു. ഇവരെല്ലാം ചേർന്നുള്ള വിദഗ്ധ സംഘം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയും വേണ്ട ട്രീറ്റ്മെൻറ്റ് ഉറപ്പാക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റേതായിരുന്നാൽ ഈ കാര്യത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇന്ന് ഇവരെ സംരക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുന്നതാണ് പ്രാഥമികമായി നമ്മുടെ ഉത്തരവാദിത്തം. മറ്റെന്തെങ്കിലും സർക്കാർ ആലോചിക്കുന്നുണ്ടോ? ഈ മജിസ്ട്രീരിയൽ അന്വേഷണമാണല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നത്, അതിനപ്പുറത്ത് സർക്കാർ മറ്റെന്തെങ്കിലും അന്വേഷണം ആലോചിക്കുന്നുണ്ട്? ഞങ്ങൾ ഇന്ന് ക്യാബിനറ്റ് കഴിഞ്ഞതിന് ശേഷം അത് പറയും. ഈ മിനിസ്റ്റർ ഇവിടെ തന്നെ തുടരുകയാണല്ലോ അല്ലേ? അതെ, ഞാൻ 2-3 ദിവസം നാളെ ഇന്നത്തെ ഇല്ല, ഞാൻ ഈ ദിവസങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും. നാളെ യോഗം കളക്ടറേറ്റിൽ 10:30 വിളിച്ചിരിക്കുന്നത്, നാളെ 10:30. എല്ലാ പരിശോധനയും വരട്ടെ, എല്ലാ കാര്യം എല്ലാവർക്കും പരിശോധിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അപ്പോൾ പരിശോധനകൾ തീരുമാനങ്ങൾ നടപ്പാക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി വേണമല്ലോ, അതിനുള്ള നീക്കങ്ങളുണ്ടാവും. അത് ആദ്യം ഞാൻ പെർമിഷൻ മീറ്റിംഗ് വിളിക്കുന്നത് സംബന്ധിച്ച് ആദ്യം ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി ചോദിച്ചിരുന്നു. അപ്പോൾ ആദ്യം അനുവദിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ സുപ്രീം കോടതിയുടെ വിധി ഉദ്ധരിച്ചുകൊണ്ട് തന്നെ സാധാരണ നടക്കാറുള്ള ഫെസ്റ്റിവലൊക്കെ അനുവദിക്കുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ നമുക്ക് നിയമപരമായ അവകാശമുണ്ടെന്നുള്ള കോടതി വിധി ചൂണ്ടിക്കാണിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി നമുക്ക് അനുമതി തന്നു. അതിങ്ങനെയാണ് നാളെ രാവിലെ 10:30 മണിക്ക് എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും മീറ്റിംഗ് വിളിച്ച്. ഇത് തന്നെയായിരുന്നു ശബരിമലയും ഇതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിരുന്നില്ല. പിന്നെ കോടതി കൊടുത്തപ്പോൾ കോടതി അനുവദിച്ചിരുന്നു. അങ്ങനെയാണ് അവിടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ഇന്നത്തെ ക്യാബിനറ്റ് കൂടിയതിന് ശേഷം ഞാനത് പറയാം. കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതിയോട് കൂടിയേ അത് ചെയ്യാൻ കഴിയും. നിങ്ങൾക്കെല്ലാം അറിയാതെ.